വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ 1ാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞു. റിസൾട്ട് വന്നു. അവർ വളരെയധികം ആർജവത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് 2ാം സെമസ്റ്റർ പരീക്ഷ. 2ാം സെമസ്റ്റർ പരീക്ഷയുടെ കാര്യങ്ങൾ അധികം വൈകാതെ തന്നെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനിടയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില വാർത്തകൾ കൂടി നമുക്കൊന്ന് സ്മരിക്കാം. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം 45 ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി പരീക്ഷകൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിലായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 1ാം സെമസ്റ്റർ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2024 ഡിസംബർ മാസം 31-നാണ് 1ാം സെമസ്റ്റർ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ റിസൾട്ട് വന്നത്. അതിനു മുമ്പ് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളുടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡിസംബർ 31-ന് പബ്ലിഷ് ചെയ്ത 1ാം സെമസ്റ്റർ റിസൾട്ടിന് ശേഷം വേറെ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു വാർത്തകളും പിന്നീട് വന്നിരുന്നില്ല. അതിനു മുമ്പ് വന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം 45 ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടാകുമെന്ന്. ജനുവരി മാസം കഴിഞ്ഞു, 31 ദിവസമുണ്ട്. ദെൻ ഫെബ്രുവരി 28 ദിവസമാണുള്ളത്. ഇന്ന് ഫെബ്രുവരി മാസം 14, 31 + 14 45 ദിവസം. ഈ 45 ദിവസമായിട്ടും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിട്ടില്ല. 45 ദിവസത്തിനുള്ളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സപ്ലിമെൻ്ററി പരീക്ഷകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞ ഈ അറിവ് യാഥാർത്ഥ്യമായില്ല. ചോദിക്കുകയാണെങ്കിൽ പറയും, ഇത് പെൻ ആൻഡ് പേപ്പറിൽ വന്നിട്ടില്ലല്ലോ, നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല, അറിയാത്ത കാര്യങ്ങൾ നിങ്ങളാണ് പ്രചരിപ്പിച്ചത് എന്ന്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. പരീക്ഷകൾ എന്നാൽ 45 ദിവസത്തിനുള്ളിൽ വന്നിട്ടുമില്ല. 45 ദിവസത്തിനുള്ളിൽ പരീക്ഷ നടക്കണമെങ്കിൽ അതിനു മുമ്പ് തന്നെ സപ്ലിമെൻ്ററി പരീക്ഷകളുടെ ഡേറ്റും അതുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കേണ്ടതാണ്. അത് വരാത്ത പക്ഷം ഇനി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. 2ാം സെമസ്റ്റർ പരീക്ഷയുടെ കാര്യങ്ങളുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നു. ഇതിനുള്ള ബുദ്ധിമുട്ട് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം ഒരു സംസ്ഥാനത്തിൻ്റെ യൂണിഫൈഡ് ഫോർമാറ്റിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയുമായും കൂടി ആലോചിച്ച് വേണ്ട മുൻകരുതലുകളും തിരുത്തലുകളുമായി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. എനിവേ 45 ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി എക്സാമുകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് വളരെയധികം ഉപകാരമാണ്. സൗത്ത് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള പരീക്ഷകൾ നടത്തുന്നുണ്ട്. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം ഉപകാരപ്രദമാണ്. പെട്ടെന്ന് തന്നെ പരീക്ഷ കഴിയുകയും അതിനുശേഷം ബാക്കിയുള്ള സെമസ്റ്റർ പരീക്ഷകളിലേക്ക് പോകാനും അത് മാത്രം പഠിക്കാനും പറ്റുന്നത് വലിയൊരു കാര്യമാണ്. ഒരു സെമസ്റ്റർ പരീക്ഷ പഠിക്കുമ്പോൾ വേറൊരു സെമസ്റ്റർ പരീക്ഷയുടെ ഭാഗങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് ഒരു സ്ട്രെസ് ആൻഡ് പെയിൻ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് വന്നു, തോറ്റ വിദ്യാർത്ഥികൾ അഥവാ സപ്ലിമെൻ്ററി കിട്ടിയ വിദ്യാർത്ഥികൾക്ക് വേറൊരു അവസരം കിട്ടി, അവരെ ജയിപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് തുടർന്നുള്ള സെമസ്റ്റർ പരീക്ഷയിൽ കുറച്ചധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും പഠിക്കാനും മാർക്ക് വാങ്ങിക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഓർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.